ഏതായാലും തിരുവാഭരണ ഘോഷയാത്ര ഇങ്ങ് നടപ്പന്തലിൽ എത്താറായി. അവിടെ ഹരിയുണ്ട്. ഹരിക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ കഴിയും. തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി വലിയ നടപ്പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞു. വലിയ നടപ്പന്തലിന്റെ ഇരുഭാഗത്ത് നിൽക്കുന്ന ഭക്തർ ശരണമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അല്പസമയം കൂടി കഴിയുമ്പോൾ വലിയ നടപ്പന്തലിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര വന്നിറങ്ങുകയും ചെയ്യും. വലിയ നടപ്പന്തലിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്താറായിട്ടുണ്ട്. അല്പസമയം മുമ്പ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഒപ്പം വന്ന പലരും ഈ വലിയ നടപ്പന്തലിലെ ക്യൂവിലേക്ക് വന്നു ചേരുന്നത് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം ഘോഷയാത്രയെ സ്വീകരിക്കാൻ പോയവരൊക്കെ അല്പസമയം കൂടി കഴിയുമ്പോൾ ഇങ്ങോട്ട് ആദ്യം എത്തുന്നത് അവരായിരിക്കും. അതിന് പിന്നാലെയായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര വരുന്നത്. ഈ വലിയ നടപ്പന്തലിന്റെ രണ്ട് ഭാഗത്തും നേരത്തെ പറഞ്ഞതുപോലെ ഭക്തർ തിങ്ങി നിറഞ്ഞു നിൽപ്പുണ്ട്. അതിന്റെ നടുവിലൂടെയായിരിക്കും ഘോഷയാത്ര വരുന്നത്. ആ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ഭക്തർക്ക് നടുവിലൂടെ തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലേക്ക് വന്നിറങ്ങി ആ ഭക്തർക്ക് നടുവിലൂടെ വരുമ്പോൾ വട്ടമിട്ട് കളിച്ചു വരുന്ന ആ കാഴ്ച നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. മാതൃഭൂമി ന്യൂസിന്റെ ഫ്രെയിമിലൂടെ പ്രേക്ഷകർക്ക് കാണാനും സാധിക്കും. വലിയ നടപ്പന്തലിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ തിരുവാഭരണ ഘോഷയാത്ര വരുന്ന ആ കാഴ്ചയും ഒപ്പം തന്നെ വലിയ നടപ്പന്തലിന്റെ ഇങ്ങേയറ്റത്തെത്തി ആ പടികൾ കയറി ആഴിക്ക് സമീപമുള്ള ആലിന്റെ മൂട്ടിലൂടെ വട്ടമിട്ട് കളിച്ച് 18-ാം പടി കയറി തിരുവാഭരണ ഘോഷയാത്ര സന്നിധിയിലേക്ക് കയറും. 6:15 കഴിയുമ്പോൾ സന്നിധിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിക്കുമെന്നാണ് നമ്മോട് അറിയിച്ചിരുന്നത്. അല്പസമയം കൂടി കഴിയുമ്പോൾ തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലെത്തി സന്നിധാനത്തേക്ക് 18-ാം പടി കയറി സന്നിധാനത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പോഴൊക്കെ ഈ ഇരുഭാഗത്ത് നിൽക്കുന്ന ഭക്തരുടെ മുഖത്ത് നമ്മൾ നോക്കിയാൽ കാണാം. അവരുടെ ചുണ്ടുകളിൽ ശരണമന്ത്രങ്ങളാൽ മാത്രമായിരിക്കും സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ആവർത്തിച്ച് അവർ ശരണമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ആ ഒരു കാഴ്ച, ആ വലിയ നടപ്പന്തലിലൂടെ തിരുവാഭരണ ഘോഷയാത്ര വരുന്ന ആ മനോഹരമായ കാഴ്ച അല്പസമയത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. പോലീസുകാർ ഇവിടെ തയ്യാറെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കഴകം ഉൾപ്പെടെയുള്ളവർ ആദ്യം വരും. അവർ വലിയ നടപ്പന്തലിലേക്ക് എത്താറായി എന്ന് തോന്നുന്നു. പോലീസുകാർ ഇവിടെ തയ്യാറെടുക്കുകയാണ്. വലിയ നടപ്പന്തലിലേക്ക് കഴകം ഉൾപ്പെടെയുള്ളവരും തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ പോയവരുമൊക്കെ ഇന്ന് വന്നിറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം കൂടി കഴിയുമ്പോൾ നമ്മുടെ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്യും. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ഒരു മന്ത്രം മാത്രമാണ് ഇപ്പോൾ ശബരീശ സന്നിധിയിലുള്ളത്. ഇനി ശരണം വിളികളുടെ ഒരു പ്രകമ്പനം തന്നെയാണ്. അതൊരു പ്രണവധ്വനിയായ ഒരു ഒറ്റ രൂപത്തിൽ അതൊരു പ്രണവ മന്ത്രമായി മാറുന്ന ഘോഷയാത്ര ഇങ്ങോട്ട് വന്നോട്ടെ. ആ സമയത്ത് ഇവിടുത്തെ ശരണം വിളി അങ്ങ് 18 മലകൾക്ക് മുകളിലേക്ക് കയറും. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം ധ്വനി മാത്രമായിരിക്കും ഈ 18 മലകൾക്ക് മുകളിലേക്ക് വരിക. കാര്യം ഒരച്ഛൻ മകന് കൊടുത്തുവിടുന്ന ആഭരണങ്ങളാണ്. ആ അച്ഛൻ ഇവിടെ ഇരിക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെയുണ്ടോ ഒരു ക്ഷേത്രം, ഇങ്ങനെയുണ്ടോ ഒരു ആരാധനാലയം, ഇങ്ങനെയുണ്ടോ ഒരു സ്വാമി, ഇങ്ങനെയുണ്ടോ ഒരു ദൈവം, ഇങ്ങനെയുണ്ടോ ഒരു ഭഗവാൻ, ഇങ്ങനെയുണ്ടോ ഒരു താപസ്തി? എന്താണ് ഇത്രയും ആൾക്കാരെ ഇത്രയും കാലം, അനേക ലക്ഷക്കാലം ഇങ്ങനെ ഈ ശബരിമല സന്നിധിയിലേക്ക് ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നത്? ഇവിടെ എന്താ കാന്തമുണ്ടോ? അതൊരു കാന്തിക ശക്തിയാണ്, അയ്യപ്പനാണ്. വന്നു കഴിയുമ്പോൾ കഠിനമായ പാതകളാണ്, കഠിനമായ വ്രതം, കഠിനമായ ജീവിതചര്യകളാണ്. എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ മുദ്രയണിഞ്ഞ ശേഷം ജീവിക്കാൻ കഴിയൂ. ആ കഠിന യാതനകളിലൂടെ ജീവിതം നയിച്ച് ഒടുവിൽ പള്ളിക്കെട്ടും കെട്ടി ഗുരുഭൂതന്റെ ഗുരുസ്വാമിയുടെ കാലതൊട്ട് വന്ദിച്ച് ശബരിമല സന്നിധിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അത് പമ്പയിൽ ലൂടെയായാലും എരുമേലിയുടെ ആയാലും അത് കയറ്റമാണ്. ജീവിതഭാരങ്ങളുമേന്തിയുള്ള തീരാവ്യഥകളാണ് ഈ പള്ളിക്കെട്ടിലുള്ളത്. ആ വ്യഥകളുടെ ഭാരവും കൊണ്ടാണ് ഓരോ അയ്യപ്പ സ്വാമിമാരും ഈ നീലിമലയും അപ്പാച്ചിമേടും കടന്ന് അപ്പാച്ചിക്കും ഇപ്പാച്ചിക്കും ഉണ്ട എറിഞ്ഞു കൊടുക്കുന്ന ഒരു പതിവ് കൂടിയുണ്ട്. അവിടെ ഭഗവാന്റെ ഭൂതഗണങ്ങളാണ് അപ്പാച്ചിയും ഇപ്പാച്ചിയും. അവരെ ഊട്ടിയിൽ മാത്രമേ ആ മലക്കയറ്റം അവസാനിക്കാൻ കഴിയൂ. മല കയറി ആ 2-4 കയറ്റങ്ങളുണ്ട് കുത്തനെയുള്ള. ആ കയറ്റം കയറി ഇങ്ങ് മരക്കൂട്ടത്തെത്തുമ്പോൾ ഒരാശ്വാസമുണ്ട്. ഇനി സമതലമാണ്. ഇനി നടന്ന് പോകാം. കയറാൻ കയറ്റമില്ലല്ലോ ഭഗവാനെ. പിന്നീട് ഇറക്കമാണ്. വലിയ നടപ്പന്തലിലേക്കൊരു ഇറക്കമാണ്. ആ ഇറക്കം മനസ്സിന്റെ ഇറക്കമാണ്. ഇതാ ഭഗവാൻ കൺമുന്നിലുണ്ട്. ഇനി അല്പം കാത്താൽ മതി. പക്ഷെ വലിയ നടപ്പന്തലിലോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും പോകേണ്ട വലിയ ക്യൂ ആണ്. ആ ക്യൂവും കടന്ന് ഇതാ എത്തി തിരുമുറ്റത്ത്. ഇതാ എത്തി തൊട്ടുമുന്നിൽ ഇതാ 18-ാം പടി, പൊന്നും പടി. ഞാൻ ചവിട്ടി കയറാൻ ആഗ്രഹിച്ച പൊന്നു 18-ാം പടി. അവിടെ ഒരു ചെറു അരുവിയുണ്ട് 18-ാം പടിയുടെ മുന്നിൽ. ആ അരുവിയിൽ കാൽ തൊട്ട് ഇതുവരെ വന്ന അഴുക്കുകളെല്ലാം ആ നീലിമലയിലൊക്കെ ചവിട്ടി വന്ന
ചെളിയെല്ലാം ആ ചെറിയ അരുവിയിൽ കാൽ കഴുകിക്കഴിഞ്ഞ് നേരെ കാലെടുത്ത് വെക്കുന്നത് പൊന്നും 18-ാം പടിയിലേക്കാണ്. അപ്പോഴൊരു അനുഭൂതിയുണ്ട്. അപ്പോൾ ഞാൻ നീയായി കഴിഞ്ഞു. പടിയിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ എത്രയോ ദൈവങ്ങളെയാണ് തൊട്ടുവരുന്നത്. നമ്മുടെ പാതകൾ എത്രയോ ദൈവങ്ങളെ, എത്രയോ അയ്യപ്പന്റെ ഭൂതഗണങ്ങളെ, മഹാകാളിയെ, ഭദ്രകാളിയെ അടക്കമുള്ള സുബ്രഹ്മണ്യനെ, ഹിഡുമ്പനെ അടക്കമുള്ള പല ദൈവങ്ങളെയും നമ്മൾ തൊട്ടുവരുന്നതാണ് വരുന്നത്. മഹാശ്രീകോവിലിൽ, ആ പൊന്നും ശ്രീകോവിലിൽ ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തോളം പ്രാധാന്യമുണ്ട് ശബരിമല സന്നിധാനത്ത്. 18-ാം പടിക്കും അതൊരു പൊന്നും പടിയാണ്. കൽപ്പടിയായിരുന്നു, അതിന് പൊന്നു പൊതിഞ്ഞതാണ്. അത് പൊന്നും പടിയായി ആ പടിയിൽ ചവിട്ടി മുകളിലേക്ക് കയറുമ്പോൾ അതാ മഹാകുടിമരം, മുകളിൽ വാജിവാഹനം, അതിന് തൊട്ടുമുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നീയാകുന്നു. തത്വമസിപ്പുരളിലെ അകത്തിരിക്കുന്ന എന്റെ പൊന്നയ്യപ്പ, ഇതുപോലൊരു ക്ഷേത്രം ഈ ലോകത്ത് കാണാൻ സാധിക്കില്ല. ഇതുപോലൊരു വിശ്വാസവും ഇതുപോലൊരു ആചാരവും ഇതുപോലൊരു സങ്കല്പവും ഉള്ള ഒരു ക്ഷേത്രം ഈ ലോകത്ത് കാണാൻ സാധിക്കില്ല. ഒരച്ഛൻ മകന് കൊടുത്തുകൊടുത്ത തിരുവാഭരണത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് എല്ലാവരുടെയും കണ്ണാ കിഴക്കോട്ടാണ്. ഒരുപക്ഷെ ആ മകനകത്തിരുന്ന് കൊതിക്കുകയാകും, എവിടെ എന്റെ തിരുവാഭരണങ്ങൾ ഇങ്ങെത്താറായോ. കാര്യം എന്താണ് ഈ ഒരു ദിവസം മാത്രമാണ് തിരുവാഭരണം അണിഞ്ഞ് സ്വന്തം അച്ഛനെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം അച്ഛന്റെ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഈ ഒരു ദിവസം മാത്രമാണ്. 18 ഇപ്പോൾ ഇവിടെയുള്ള അയ്യപ്പ ഭക്തരെല്ലാം തിരുവാഭരണം വരാത്തത് എന്താണെന്ന് മാത്രമല്ല, എന്റെ കതിരോൻ ആ പടിഞ്ഞാറേ അതിർത്തിയിലേക്ക്, പടിഞ്ഞാറേ ചെരുവിലേക്ക്, ആ മലഞ്ചെരുവിലേക്ക് പോയി അപ്രത്യക്ഷനാകുന്നില്ല. എന്തുകൊണ്ട്? ത്രിസന്ധ്യ സൂര്യൻ അങ്ങനെ പോകാൻ സാധിക്കും, ആ കതിരോൻ അങ്ങനെ പോകാൻ സാധിക്കും. മുന്ന് അയ്യപ്പന്റെ തിരുവാഭരണം ഒന്ന് കാണാതെ, ആ തിരുവാഭരണം ആ രശ്മികളൊന്നും അതിൽ പതിക്കാതെ പോകാൻ സാധിക്കില്ല. സൂര്യന് പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ത്രിസന്ധ്യയുടെ ചുവന്ന രേണുക്കൾ ഇങ്ങനെ പടരും സന്നിധാനത്ത്, പടിഞ്ഞാറേ മാനത്ത്, അവിടെ പടിഞ്ഞാറേ മലനിരകളിലൊക്കെ ആ സൂര്യബിംബങ്ങൾ കുങ്കുമം വാരി വിതറും. അപ്പോഴാണ് തീവട്ടിയുടെ എഴുന്നള്ളാനുള്ളതാണ്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് 3 പെട്ടികളിൽ. ഒന്ന് തിരുവാഭരണ പേടകം, രണ്ടാമത് വെള്ളിപ്പെട്ടി, അതായത് കലശപ്പെട്ടി എന്ന് പറയും, മൂന്നാമത് കൊടിപ്പെട്ടി. വെള്ളിപ്പെട്ടി മാളികപ്പുറത്തേക്ക് പോകുന്നു. മാളികപ്പുറത്തമ്മയുടെ പൂജാപാത്രങ്ങളാണ്, കലശത്തിന് വേണ്ടിയുള്ള സ്വർണ്ണക്കുറകളാണ് ആ പേടകത്തിലുള്ളത്. അതായത് മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് അയ്യപ്പന്റെ മാതൃസങ്കല്പമാണ് എന്ന് പറയപ്പെടുന്നു. അവിടെ പ്രധാനമായും കലശത്തിന് വേണ്ടിയുള്ള സ്വർണ്ണക്കുറകൾ. മൂന്നാമത്തേത് കൊടിപ്പെട്ടിയാണ്, നീളവും വീതിയും ഉള്ള വലിയ പെട്ടിയാണ്. കറങ്ങി വരുന്ന ആ പെട്ടിയില്ലേ, ഏറ്റവും അവസാനം കറങ്ങി വരുന്ന ആ പെട്ടി മാളികപ്പുറത്തമ്മയുടെ ജീവിതയാണ്. അത് ഇതിനു വേണ്ടിയുള്ളതാണ്, എഴുന്നള്ളത്തിന് വേണ്ടിയുള്ളതാണ്, മണിമണ്ഡപത്തിൽ നിന്ന് എഴുന്നള്ളിക്കുന്നതിന് വേണ്ടിയുള്ള ജീവിത അടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ തലയിൽക്കെട്ടുണ്ട്, തലപ്പാറയുണ്ട്, ഉടുമ്പാറമലകളുടെ ആ രൂപങ്ങളുണ്ട്, സ്വർണ്ണക്കൊടികളുണ്ട്, അവയുടെ അടയാളങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള 3 പെട്ടികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അയ്യന്റെ, ഈ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ, ശ്രീഭൂതനാഥന്റെ അവിടുത്തെ തിരുവാഭരണ പെട്ടി. ഒരു സ്വന്തം അച്ഛൻ മകന് കൊടുത്തു വിടുന്ന ആ തിരുവാഭരണങ്ങൾ അടങ്ങിയ ആ പെട്ടി. ആ പെട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പൊന്നയ്യപ്പൻ യോഗിയിൽ നിന്ന് മാറി യോദ്ധാവിലേക്ക് ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ അയ്യപ്പൻ. നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഭക്തരെല്ലാം കാത്തിരിക്കുന്ന ആ യോഗിയിൽ നിന്ന് യോദ്ധാവിലേക്ക് മാറുന്ന ആ ഒരു പരകായ പ്രവേശം, യോഗിയിൽ നിന്ന് യോദ്ധാവാകുന്ന ആ പരകായ പ്രവേശത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്.